എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കഴിച്ചാലും മതി വരാത്ത ഒരു ഫിഷ് ഫ്രൈ ആണ്. അതിൻ്റെ മസാല ഭയങ്കര മസാല. ഈ ഒരു മസാലയ്ക്ക് പ്രത്യേകതയുണ്ട്. കോഴിക്കോട് ഭാഗത്തെ ഹോട്ടലുകളിലൊക്കെ കഴിക്കുമ്പോഴേ മീൻ ഫ്രൈയുടെ ടേസ്റ്റ് തന്നെ ഡിഫറെൻറ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അതിന് ഒന്ന് രണ്ട് ചേരുവകൾ നമ്മൾ സാധാരണ ചേർക്കുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ രണ്ട് ചേരുവ കൂടി ഇങ്ങോട്ട് ചേർക്കുമ്പോൾ മീൻ ഫ്രൈയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അങ്ങോട്ട് രുചി അങ്ങോട്ട് മാറിപ്പോവാണ് കേട്ടോ. ഭയങ്കര ഒരു സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നാലാണ് ആ രുചി മനസ്സിലാവുള്ളൂ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നെയ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1.5 കിലോളം വലുപ്പമുള്ള ഒരു നെയ്മീൻ ഇതുപോലെ കട്ട് ചെയ്ത് മേടിച്ചതാണ്. ഇതിൽ തലഭാഗം വാലും കുറച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ കറിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 9 കഷ്ണം ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് എരിവുള്ള പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളി 3 കഷ്ണം, അതുപോലെ ഇഞ്ചി അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വേണം ഇഞ്ചിയുടെ അളവും. പിന്നെ നമുക്കൊരു 3 തണ്ട് കറിവേപ്പില വേണം. പിന്നെ ഒരു 5-6 കൊച്ചുള്ളി. ഇത്രയാണ് അരയ്ക്കാനുള്ളത് വേണ്ട. ഇനി ഇതിലേക്ക് 3-4 ചേരുവകൾ കൂടി നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. ആ ചേരുവയാണ് കേട്ടോ പ്രത്യേകത അത് ഈ മസാലയുടെ. ഇനി നമുക്കത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ എരിവിന് പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറ് നന്നായി കിട്ടും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ സാധാരണ ചേർക്കാത്തതാണ്. 3/4 ടീസ്പൂണോളം കുരുമുളകാണ്, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 3/4 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ താഴെ ഇത്രയും ചേർക്കണം. നമ്മൾ സാധാരണ ചേർക്കാത്ത പിഴിപ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂൺ, 3/4 തൊട്ടിട്ട് 1 ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവാം പുളി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചൊരു പുളിപ്പുള്ള പുളി ഇട്ടത്, അല്ലാണ്ട് ഒരുപാട് പുളിയില്ല. അപ്പോൾ പുളി കുറച്ചേ പാടുള്ളൂ, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഇപ്പോൾ വെള്ളം ചേർക്കാതെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ കറക്കി കൊണ്ടുവരാം കേട്ടോ. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഉള്ളിയിലും വെളുത്തുള്ളിയിലൊക്കെ ഉള്ള വെള്ളമാണ് ഇതിൽ വന്നിട്ടുള്ളൂ. പിന്നെ പുളിയും കുറച്ച് ചേർത്തല്ലോ, അതിന് ആ ഒരു വെള്ളാട്ടോ അതിനെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടിയും കറക്കി എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് പുളിക്ക് പകരം വേണമെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു മസാലയുടെ പ്രത്യേകത. ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലാണ് ആ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു സ്വാദുണ്ട് മീനുകൾക്കൊക്കെ. അത് നെയ്മീനിൽ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ ഈ മസാല ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പരുവം, അതായത് ഈ കൺസിസ്റ്റൻസി, മസാലയുടെ കൺസിസ്റ്റൻസി അറിയാലോ, ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. ഒരുപാട് ലൂസായി പോകരുത്, നമുക്കങ്ങനെ പെരട്ടി വെക്കാനുള്ളതാണ്. വറുത്ത് കഴിഞ്ഞാൽ മസാല അങ്ങനെ എണ്ണയായിട്ട് കലങ്ങി പോവാതിരിക്കാൻ വേണ്ടി ഇത്രയും കേട്ടോ വെള്ളത്തിൻ്റെ അളവ് പാടുള്ളൂ. ഇനി മീനിൻ്റെ കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്ത് ഏകദേശം 1 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. അത് ഫ്രിഡ്ജിലായാലും ശരി പുറത്തായാലും ശരി 1-2 മണിക്കൂർ വെച്ചാലാണ് സ്വാദ് നന്നായിട്ട് വരുള്ളൂ. ആ മസാലയുടെ ടേസ്റ്റ് എല്ലാം നന്നായിട്ട് കഷ്ണത്തിലേക്ക് ഇറങ്ങി പിടിച്ച് നല്ലൊരു സ്വാദ് കിട്ടണം വെച്ചാൽ 1-2 മണിക്കൂർ പെരട്ടി വെക്കന്നെ വേണം കേട്ടോ. ഇപ്പം നന്നായിട്ട് എല്ലാം ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ട്. മസാല നന്നായിട്ട് അതിൽ പെരണ്ട് കിടക്കണം കേട്ടോ. വെറുതെ തേച്ച് കൊടുത്താൽ പോലെ നന്നായിട്ട് ഇതുപോലെ പൊതിഞ്ഞിരിക്കണം, എന്നാലാണ് നമ്മൾ വറുത്തങ്ങോട്ട് കോരുമ്പോൾ ആ മസാല നന്നായിട്ട് അതിൽ പെരണ്ട് നല്ലൊരു സ്വാദ് വരും. ഇനി ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ നന്നായിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇതുപോലെ മീൻ കഷ്ണങ്ങളിട്ട് നമുക്ക് തിരിച്ച് മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇടുന്നതോ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതിന് മുൻപ് ഞാൻ ഫിഷ് ഫ്രൈയുടെ റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മീൻ പൊരിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ പിന്നെ ഇനി 2 സൈഡും നന്നായിട്ട് മുരിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിലുള്ള നെയ്മീൻ മുളക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പ്രത്യേക കൂട്ടി ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പം തന്നെ നമുക്ക് ചോറെടുത്ത് ഉണ്ണാൻ തോന്നും കേട്ടോ, അത്ര നല്ല മണവും. അതുമാത്രമല്ല, അതങ്ങോട്ട് ഫ്രൈ ചെയ്തത് കൂട്ടി കഴിക്കാനൊരു സ്വാദുണ്ട്. ഒരു രക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊതിപ്പിക്കുന്നില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇതുപോലെ ഉള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ, എന്നാലും ഞാൻ ഇടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. ഇതുപോലുള്ള ഫിഷ് റെസിപ്പികൾ, മീൻ കറി, മീൻ ഫ്രൈയുടെ ഒക്കെ റെസിപ്പികൾ ഇതിന് മുൻപും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഇഷ്ടമുള്ളവർ കണ്ടു നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒത്തിരി മീൻ ഇഷ്ടപ്പെടുന്ന ഫിഷ് ലവേഴ്സിനാവട്ടെ വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം. താങ്ക്